ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമ്മളെ വോട്ടർ ഐ ഡി കാർഡ് എങ്ങനെ ഓൺലൈനിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നമുക്കൊന്ന് കാണാം. അതേപോലെ നമുക്ക് അതിനെ ഓരോ ആവശ്യത്തിന് എങ്ങനെ യൂസ് ചെയ്യാൻ നമുക്കൊന്ന് കാണാം. ഓക്കെ, വരൂ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങളെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ചെയ്യുക voters.eci.gov.in. സെർച്ച് ചെയ്ത് ഓപ്പൺ ആയി വരുമ്പോൾ ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. ഇതാണ് ഗവൺമെന്റിന്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഓരോ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ കൂടെ നമുക്ക് ഇനിയൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും, ഈ എപ്പിക് ഡൗൺലോഡ്. ഈ ഓപ്ഷനിലൂടെയാണ് നമ്മൾ വോട്ടർ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത്. അതിന് മുമ്പ് നമുക്കൊരു കാര്യം ഇവിടെ ചെയ്യണം. നമുക്കിവിടെ ലോഗിൻ ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ നമുക്ക് ലോഗിൻ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ രജിസ്റ്റർഡ് മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾ ഇതിൽ കാണുന്ന ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപ്ച ടൈപ്പ് ചെയ്തതിനു ശേഷം റിക്വസ്റ്റ് OTP ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങളെ ഫോണിലൂടെ OTP പോയിട്ടുണ്ടാകും. ആ OTP നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വെരിഫൈ ആൻഡ് ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ലോഗിൻ ആയി വരും. ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ചിലവർക്ക് ഒരു SMS ചിലപ്പം വരും. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഫോൺ നമ്പർ വന്നിട്ട് ഇവിടെ രജിസ്റ്റർ ആയിട്ടില്ലെന്ന് പറഞ്ഞിട്ട്. ഇത് അവർക്കാണ് വരുന്നത്. അവർ സ്വന്തം വോട്ടർ ഐ ഡി കാർഡ് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ BLOയിലൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ ചെയ്യാൻ വളരെ ഈസിയാണ്. ഇവിടെ നിങ്ങൾ ഒരു പുതിയ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ പേര് ഇവിടെ ടൈപ്പ് ചെയ്തതിനു ശേഷം നിങ്ങളെ പിൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം നിങ്ങൾ ലോഗിൻ ആയി പോകും. അപ്പോൾ ലോഗിൻ ആയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഈ എപ്പിക് ഡൗൺലോഡ്. നമുക്ക് ഈ ഒരു ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ വോട്ടർ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ രണ്ട് ഓപ്ഷൻസ് ഇവിടെ കാണിക്കും. ഒന്ന് വന്നിട്ട് എപ്പിക് നമ്പർ നിങ്ങളെ വോട്ടർ ഐ ഡി കാർഡിന്റെ ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റും. രണ്ടാമത്തേതാണ് റെഫറൻസ് നമ്പർ. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴാണ് വോട്ടർ ഐ ഡി കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു റെഫറൻസ് നമ്പർ കിട്ടും. അതിനെ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. എന്റെ കേസിൽ കാണുമ്പോൾ എനിക്ക് വോട്ടർ ഐ ഡി കാർഡ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വോട്ടർ ഐ ഡി കാർഡിന്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ആരെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് ഫ്രണ്ടിലോട്ട് പറയാം. ഇതിനുശേഷം നമ്മൾ സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സെർച്ച് ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ റെക്കോർഡ് വന്നിട്ട് നമ്മളെ ഗവൺമെന്റിന്റെ ഡാറ്റാബേസിലൂടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതേപോലെ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. നമ്മളെ എപ്പിക് നമ്പർ ഇവിടെ കാണാൻ പറ്റും. നമ്മളെ പേര് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ നമ്മളെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഇവിടെ കാണാൻ പറ്റും. അതേപോലെ നമ്മളെ സ്റ്റേറ്റ് ഇവിടെ കാണാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് എല്ലാവർക്കും വോട്ടർ ഐ ഡി കാർഡിന്റെ കോപ്പി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ താഴെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, പ്ലീസ് ഓതന്റിക്കേറ്റ് യൂസിങ് OTP വെരിഫിക്കേഷൻ. സോ ഇവിടെ OTP ഓതന്റിക്കേഷൻ നടക്കും. നിങ്ങളുടെ മൊബൈൽ നമ്പർ ചിലപ്പം ഇവിടെ വെരിഫൈ ഇല്ലെന്ന് കാണിച്ചാൽ ഇവിടെ നിങ്ങൾ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്കൊരു ഓപ്ഷൻ ഉണ്ടാകും. അഥവാ ആരെങ്കിലും വോട്ടർ ഐ ഡി കാർഡിൽ അവരെ ഫോൺ നമ്പർ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ കേസിൽ നിങ്ങൾക്ക് ഫോം നമ്പർ 8 നിങ്ങൾക്ക് ഫിൽ ചെയ്യണം. ഫോം നമ്പർ 8 എങ്ങനെയാ ഫിൽ ചെയ്യേണ്ട ഓൾറെഡി ഞാൻ എന്റെ ചാനൽ ഇട്ടിട്ടുണ്ട് അതിന്റെ വീഡിയോ. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. സോ എന്റെ കേസിൽ എന്റെ മൊബൈൽ നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ സെൻഡ് OTP ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സോ ഈ മൊബൈൽ നമ്പറിലൂടെ നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഒരു OTP പോയിട്ടുണ്ടാകും. ആ OTP നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വെരിഫൈ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം. സോ ഇതേപോലെ നിങ്ങൾ കാണുമ്പോൾ നമ്മളെ വെരിഫിക്കേഷൻ വന്നിട്ട് ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഡൗൺലോഡ് ഈ എപ്പിക്കിന്റെ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. സോ നമ്മളിവിടെ ഈ ഒരു ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സോ നിങ്ങൾ ഇവിടെ കാണുമ്പോൾ നമ്മൾ വോട്ടർ ഐ ഡി കാർഡ് ഇവിടെ ഡൗൺലോഡ് ആയി വന്നിട്ടുണ്ട്. സോ ഇതിനെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മളെടുത്ത് സേഫ് ആക്കി വയ്ക്കാൻ പറ്റും. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് PDF ഫോർമാറ്റ് ഉണ്ടാകും. അഥവാ നിങ്ങൾക്ക് എവിടെയെങ്കിലും ആവശ്യം വന്നാൽ ഇതിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതും വന്നിട്ട് ഒരു യൂസ്ഫുൾ ഡോക്യുമെന്റ് ആണ്. ഇത് വന്നിട്ട് ഗവൺമെന്റ് സൈഡിൽ നിന്ന് പബ്ലിഷ് ചെയ്ത ഒരു ലെറ്റർ ആണ്. അതേപോലെ ഇതിനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ലാമിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യാനും പറ്റും. അതേപോലെ നിങ്ങളുടെ അടുത്ത് വെച്ചിരിക്കാനും പറ്റും. അതേപോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ആവശ്യം വന്നാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും. ബാക്കി ഒരു ചില യൂസർ വന്നിട്ട് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ അവർക്ക് അത് റിലേറ്റഡ് ആയിട്ട് ഒരു ഡീറ്റെയിൽ ഇൻഫർമേഷൻ നിങ്ങളിൽ ഇല്ലെങ്കിൽ അപ്പോൾ ആ കേസിൽ നിങ്ങൾക്ക് വീണ്ടും voters.eci.gov.in അതിന്റെ ഒഫീഷ്യൽ പോർട്ടലിന്റെ അകത്ത് നമുക്ക് ഇതേപോലെ വരണം. ഇവിടെ ഫസ്റ്റ് നിങ്ങളെ ഡീറ്റെയിൽ വന്നിട്ട് ഫൈൻഡ് ചെയ്യണം. ആ കേസിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, സെർച്ച് യുവർ നെയിം ഇൻ വോട്ടർ ലിസ്റ്റ്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽ വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. അതിന്റെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അഥവാ നിങ്ങളെ വോട്ടർ ഐ ഡി കാർഡിൽ നിങ്ങളെ ഫോൺ നമ്പർ ലിങ്ക് ആണെങ്കിൽ ഇവിടെ നിങ്ങളെ സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് സെൻഡ് OTP ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഒരു OTP പോയിട്ടുണ്ടാകും വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ OTP നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളെ ഈ ഒരു മൊബൈൽ നമ്പറിലൂടെ ആരെയൊക്കെ വോട്ടർ ഐ ഡി കാർഡ് ലിങ്ക്ഡ് ആണോ അവരെയൊക്കെ ലിസ്റ്റുകൾ ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം സെർച്ച് ചെയ്യുമ്പോൾ അതേപോലെ വിചാരിച്ചാൽ അഥവാ നിങ്ങൾക്ക് ഫോൺ നമ്പർ ലിങ്ക്ഡ് ആയിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ സെർച്ച് ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഫസ്റ്റ് നിങ്ങളെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ റിലേറ്റീവ് നെയിം കൊടുക്കുക.
അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതോ ഒരു ചിലവരുടെ കേസിൽ ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ലെങ്കിൽ അവർ ഏജ് മാത്രം അറിയുകയാണെങ്കിൽ എത്ര വയസ്സാണ് ഓൾഡ് വയസ്സാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം മെയിൽ ഫീമെയിൽ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾ ക്യാപ്ചർ ടൈപ്പ് ചെയ്തതിനു ശേഷം സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങളെ റെക്കോർഡ് വന്നിട്ട് ഇവിടെ കാണിക്കും. അതേപോലെ നിങ്ങളെ വോട്ടർ ഐ ഡി കാർഡിന്റെ നമ്പർ ഇവിടെ കാണാൻ പറ്റും. സോ ഇതിനുശേഷം ഞാൻ ഏതാണ് പ്രോസസ്സ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നോ ആ രീതിയിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതാണ് കംപ്ലീറ്റ് പ്രോസസ്. ഇതേപോലെ നമ്മൾ വോട്ടർ ഐ ഡി കാർഡിന് ഓൺലൈനിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഇതിനെ എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാനും പറ്റും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും. ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ.